ഹയർ സെക്കൻഡറി +2 ബോട്ടണി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഫ്രീക്വൻ്റായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് ആൻജിയോസ്പേംസിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാന്റ് കിങ്ഡം ക്ലാസിഫൈ ചെയ്തിരുന്നു: ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസ് മാത്രമാണ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുക, അതുകൊണ്ട് അതിനെ ഫ്ലവറിങ് പ്ലാന്റ് എന്നും പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട പോലെ തന്നെ 3 സ്റ്റേജസിലായിട്ട് നമുക്ക് ഇതിനകത്തും സ്റ്റഡി ചെയ്യാം: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. ഓക്കെ, ഇനി നോക്കൂ, ആൻജിയോസ്പേംസിൽ പ്രധാനപ്പെട്ടൊരു ഓർഗനാണ് ഫ്ലവർ. ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ആൻജിയോസ്പേം. ഓക്കെ, ഇപ്പോൾ വെജിറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞ് ഹോർമോണൽ ചേഞ്ച് വരുമ്പം പ്ലാന്റ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഫ്ലവറാണ് ആ പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഫ്ലവറിന് ഒരുപാട് ടൈപ്പ് ഫ്ലവേഴ്സ് നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റും. ഫാസിനേറ്റിംഗ് ഓർഗനാണ്. ഒരുപാട് തരത്തിലുള്ള ഫ്ലവേഴ്സ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലവർ ഒരു മോഡിഫൈഡ് ഷൂട്ടാണ്. ഷൂട്ട് എന്ന് പറയുമ്പം അതിന് നോഡ്സും ഇൻ്റർനോഡ്സും ഉണ്ട് എന്ന് പറയുന്ന പോലെ ഫ്ലവറിന് നോഡ്സും ഇൻ്റർനോഡ്സും ഉണ്ട്. അതിൽ നിന്ന് ഫ്ലോറൽ വേൾഡ്സ് അറൈസ് ചെയ്യുന്നു. സോ നോക്കൂ, ഫാസിനേറ്റിംഗ് ഓർഗൻ ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് എസ്തെറ്റിക്, ഓർണമെൻ്റൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. അതുപോലെ തന്നെ ഹ്യൂമൺ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുമൊക്കെ ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലവ്, അഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ്, ഇതിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പാർട്സ് ഓഫ് എ ഫ്ലവറിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്ലവർ LS വരച്ച് അതിൻ്റെ പാർട്സ് ലാബിൽ ചെയ്തിരുന്നു. ഈ കാണുന്നത് NCERTയിലെ ഒരു പിക്ചറാണ്. അത് വരച്ചെടുത്ത് അതിൻ്റെ പാർട്സൊക്കെ ലാബിൽ ചെയ്ത് വെക്കുക. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ഫ്ലവറിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ്. ഓക്കെ, ഒരു ഫ്ലവറിൽ കാണുന്ന പ്രധാനപ്പെട്ട പാർട്സ്. കോമൺലി ഒരു ഫ്ലവറിൽ കാണുന്നത് 4 ഫ്ലോറൽ വേൾഡ്സ് ആണ്. 4 ഫ്ലോറൽ വേൾഡ്സ് ആണ് സാധാരണയായിട്ട് ഒരു ഫ്ലവറിൽ കാണാം. വിച്ച് ആർ ദേ? കഴിഞ്ഞ വർഷം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് മോർഫോളജി ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. ഫസ്റ്റ് വൺ, സെപ്പൽസ് എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് വേൾ. ഓക്കെ, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാലിക്സ്. ദെൻ സെക്കൻഡ് വൺ, പെറ്റൽ. സെക്കൻഡ് വേളാണ് ഫ്ലവറിൽ കാണുന്ന പെറ്റൽസ്. അട്രാക്റ്റീവ് പാർട്ടാണ് ഫ്ലവറിൻ്റെ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൊറോള, അല്ലെങ്കിൽ കാലിക്സ് കമ്പോസ്ഡ് ഓഫ് സെപ്പൽസ് എന്നും കൊറോള കമ്പോസ്ഡ് ഓഫ് പെറ്റൽസ് എന്നും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ദെൻ തേർഡ് ഫ്ലോറൽ വേളാണ്, ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് സ്റ്റേമൻസ്. All the stamens in a flower known as androecium. Stamens അല്ലെങ്കിൽ androecium composed of stamens. And the fourth part, another important part, is pistil. Female reproductive organ ആയ pistil. It is also known as gynoecium. So 4 floral whorls: sepal, petal, stamen ആൻഡ് പിസ്റ്റിൽ. ഇനി ഓരോ ഫ്ലോറൽ വേൾഡ്സും അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറും ഫങ്ഷനും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെപ്പൽസ്. ഔട്ടർ മോസ്റ്റ് ഫ്ലോറൽ വേളാണ് സെപ്പൽ. യൂഷ്വലി ഒട്ടുമിക്ക ഫ്ലവേഴ്സിലും അതൊരു നോൺ അട്രാക്റ്റീവ് പാർട്ടാണ്. നോൺ അട്രാക്റ്റീവ് ആയിരിക്കും, ഗ്രീനിഷ് കളറായിരിക്കും, സ്മോൾ ആയിരിക്കും. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഫ്ലോറൽ വേൾ ആണ്, നോൺ അട്രാക്റ്റീവ് ആണ് യൂഷ്വലി. പിന്നെ എന്താണ് അതിൻ്റെ ഫങ്ഷൻ? ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ വെൻ flower is in bud condition.
ഒരു ഫ്ലവർ ബഡിനെ മൊത്തമായും കവർ ചെയ്തിട്ടാണ് സാധാരണ സെപ്പൽ കാണുക, കാലിക്സ് ലോബ് കാണുക. അപ്പോൾ ഫ്ലവറിൻ്റെ ബഡായിരിക്കുന്ന സമയത്ത് ആ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാലിക്സ് എന്നുള്ള ഫ്ലോറൽ വേളിൻ്റെ ഫങ്ഷൻ. നിങ്ങൾ കാണുന്ന പിക്ചറിൽ അത് വ്യക്തമായിട്ട് കാണാം. കാലിക്സ് ലോബ്സ് ആ ഫ്ലവർ ബഡിനെ കംപ്ലീറ്റ് കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, the second floral whorl is petal. As you all know, the most attractive part of a flower, it is petal. Petals are colorful and showy. അല്ലേ, ഒരു ഫ്ലവറിനെ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും നമ്മൾ ആദ്യം കാണുക അതിൻ്റെ ഏറ്റവും കളർഫുള്ളായ പാർട്ടായ പെറ്റലാണ്. ഇറ്റ് ഈസ് കളർഫുൾ ആൻഡ് ഷോയി. ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ പാറ്റേണിൽ ഫ്ലോറൽ പാറ്റേണിൽ അല്ലെങ്കിൽ പെറ്റൽ പാറ്റേണിൽ ലോട്ട് ഓഫ് ഡിഫറൻസസ് ആർ ദർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. ഓർക്കിഡ്സിൻ്റെയൊക്കെ കേസിൽ പെറ്റൽ നോക്കുകയാണെങ്കിൽ some of the petals resemble to the insect or birds. Such a fascinating floral or petal pattern we can see. Then what will be the function of the petal? Petals attract pollinating agents. Pollination എന്നുള്ള പ്രോസസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ബയോട്ടിക് ഏജൻസ് ഉണ്ട്. ഈ പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലവറിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പെറ്റലിൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പിക്ചേഴ്സിലൊക്കെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് അതിൻ്റെ ഫ്ലോറൽ പാറ്റേൺസ് അല്ലെങ്കിൽ അതിൻ്റെ പെറ്റൽസിൻ്റെ കളറ്, ഷേപ്പ്, അറേഞ്ച്മെൻറ്റൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, so we already studied the 4 floral whorls. Out of these 4 floral whorls, നോക്കൂ, sepals and petals are known as non-essential whorls. ഒരു ഫ്ലവറിൻ്റെ നോൺ എസെൻഷ്യൽ വേൾസ് ആണ് പെറ്റൽസ് ആൻഡ് സെപ്പൽസ് എന്ന് പറയുമ്പം ഫ്ലവറിൻ്റെ മെയിൻ ഫങ്ഷനാണ് റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. അപ്പോൾ റീപ്രൊഡക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വേണ്ടത് അതിൻ്റെ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടുമാണ്. സെപ്പലും പെറ്റലും സപ്പോർട്ടീവ് ഓർഗൻസ് ആണ്. സോ സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ആർ നോൺ എസെൻഷ്യൽ വേൾസ് വൈൽ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ എസെൻഷ്യൽ വേൾസ്. ഈ 2 വേൾസും ഉണ്ടെങ്കിൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ഫങ്ഷൻ പെർഫോം ചെയ്യാൻ ഫ്ലവറിന് പറ്റുള്ളൂ. സോ ദേ ആർ കോൾഡ് ആസ് എസെൻഷ്യൽ വേൾസ്. ഓക്കെ, ഔട്ട് ഓഫ് ദ 4 വേൾസ്, sepals and petals, non-essential whorls, and androecium and gynoecium are essential whorls. Now we can study the pre-reproductive structures in a flower. ഒരു ഫ്ലവറിലെ എസെൻഷ്യൽ വേൾസ് ആയ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റേമൻ ഓർ ആൻഡ്രീഷ്യം. ഓക്കെ, stamens are the male reproductive organs in a flower. ഒരു ഫ്ലവറിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് സ്റ്റേമൻ. നമ്പർ, അറേഞ്ച്മെൻറ്റ്, അതുപോലെ ഫിലമെൻറ്റിൻ്റെ ലെങ്ത്ത്, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. ചില ഫ്ലവേഴ്സിൽ സ്റ്റേമൻ 5 ആണെങ്കിൽ ചിലതിൽ ന്യൂമറസ് ആയിരിക്കും, ചിലതിൽ 4 ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് അതിൻ്റെ നമ്പറിലും അറേഞ്ച്മെൻറ്റിലും ഒക്കെ കാണാൻ പറ്റും. ദെൻ വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ സ്റ്റേമൻ? ഒരു സ്റ്റേമൻ്റെ സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായ മോർഫോളജിയാണ് സ്റ്റേമൻ ഉള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, ഫിലമെൻറ്റ് ആൻഡ് ആന്തർ. A stamen consists of anther and filament. ഫിലമെൻറ്റ് എന്നത് അതിൻ്റെ സ്റ്റോക്കും ആന്തർ എന്നത് അതിൻ്റെ ടിപ്പിൽ കാണുന്ന ലോബുമാണ്. NCERTയിലെ പിക്ചർ നിങ്ങൾക്ക് കാണാം, അതിനകത്ത് ലാബിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റേമൻസ് ആണ്. ഹിബിസ്കസിലുള്ളത് കണ്ടില്ലേ, ന്യൂമറസ് സ്റ്റേമൻസ് ഉണ്ട്. ചിലതിൽ അതിൻ്റെ ആന്തർ ലോബിൻ്റെ കളറിൽ മാറ്റമുണ്ട്,
ഇതായി കാണുന്ന ഫ്ലവേഴ്സിലൊക്കെ സ്റ്റേമൻസിൻ്റെ സൈസിലും കളറിലും നമ്പറിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഇനി സ്റ്റേമൻ്റെ പാർട്സ് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു പാർട്ട് പറഞ്ഞത് ഫിലമെൻ്റ് ആണ്. ഫിലമെൻ്റ്, വാട്ട് ഈസ് ദ ഫിലമെൻ്റ്? ഇറ്റ് ഈസ് സ്റ്റോക്ക് ഓഫ് ദ സ്റ്റേമൻ. സ്റ്റേമൻ്റെ സ്റ്റോക്കാണ് ഫിലമെൻ്റ്. അതിൻ്റെ ലെങ്ത്തിലൊക്കെ മാറ്റമുണ്ട്. ഓക്കെ, ചിലത് ലെങ്തി സ്റ്റോക്ക് ഉണ്ടാവും, ലെങ്തി ഫിലമെൻ്റ്, ചിലത് ഷോർട്ട് ഫിലമെൻ്റ് ആയിരിക്കും. ദെൻ രണ്ടാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞത് ആന്തർ ആണ്. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സ്റ്റേമൻ, ആന്തർ. ദെൻ വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ആന്തർ? ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളുക. ആന്തർ, ഇറ്റ് ഈസ് ബൈലോബ്ഡ്. യൂഷ്വലി ഇറ്റ് ഈസ് ബൈലോബ്ഡ്. 2 ലോബ് ഉണ്ടാവും. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഹിബിസ്കസ് യൂണിലോബ്ഡ് ആണ്, ഒറ്റ ലോബേ ഉള്ളൂ. നോർമലി ആന്തറിന് 2 ലോബ് ഉണ്ടാവും. ദെൻ അനദർ ക്യാരക്ടർ, ഇറ്റ് ഈസ് ഡൈതീക്കസ്. തീക്ക മീൻസ് കവറിങ് ആണ്, നമുക്കറിയാം. 2 ലെയേർഡ് കവറിങ് ഉണ്ട് ഇതിന്. ഓക്കെ, ഡൈതീക്കസ്. ആൻഡ് ദ തേർഡ് ക്യാരക്ടർ ഈസ് tetrasporangiate. Most important character, tetrasporangiate. Sporangium or pollen sac. Tetra 4 എണ്ണം. 4 microsporangia are present. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേമൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ആന്തറിനെ കുറിച്ചാണ്. സ്ട്രക്ചർ ഓഫ് ആന്തർ. ഫിലമെൻറ്റിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, അതൊരു സ്റ്റോക്കാണ് നമ്മൾ പറഞ്ഞു. ദെൻ what is the structure of anther? We already discussed that anther is bilobed, consists of 2 lobes, tetragonal shape ആണ്, dithecous and tetrasporangiate. Okay, then microsporangia പറഞ്ഞല്ലോ, 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ഈച്ച് microsporangium covered with anther wall. Okay, 4 ലെയേർഡ് anther wall ആണ്. നോക്കൂ, ഇനി പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ്, ഒരു പാർട്ടാണ്. സാധാരണ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ മാത്രമല്ല, അത് പ്രാക്ടിക്കൽ എക്സാമിനും കൂടെ നമുക്ക് വേണ്ട കാര്യമാണ്. സ്ട്രക്ചർ ഓഫ് ആന്തർ. ഓക്കെ, 4 layers of anther wall. അത് ഓർഡറിലാണ് നമ്മൾ പറയുന്നത്. 4 layers: എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ layers and tapetum. Which are the 4 layers of anther wall? Epidermis, endothecium, middle layers and innermost one is tapetum. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനും ആവശ്യമുണ്ട്, നമ്മൾ പബ്ലിക് എക്സാമിന്, തിയറി എക്സാമിനും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. വിച്ച് ആർ ദ anther wall layers, their function. ഓക്കെ, ദ ഇന്നർമോസ്റ്റ് ലെയർ ഈസ് tapetum. അപ്പോൾ ഒന്നുകൂടെ പറയാം. വിച്ച് ആർ ദ 4 layers ഫ്രം ഔട്ടർ ടു ഇന്നർ ആണ് എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ ആൻഡ് tapetum. സോ നമ്മൾ ഓരോ ലെയറും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, അതിൻ്റെ ഫങ്ഷനും. ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് നിങ്ങൾക്ക് കോമൺ ആയൊരു വേർഡാണ്, അനാട്ടമിയിൽ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഔട്ടർമോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ്. ഒരു പ്ലാന്റ് പാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയർ ആയിട്ടുള്ളത് നമ്മൾ എപ്പിഡെർമിസ് എന്നാണ് പഠിച്ചത്. ദെൻ യൂഷ്വലി ഇറ്റ് ഈസ് സിംഗിൾ ലെയർഡ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഇൻ ആന്തർ ഓൾസോ ഇറ്റ് ഈസ് സിംഗിൾ ലെയർഡ്. സോ ഔട്ടർമോസ്റ്റ് സിംഗിൾ ലെയർഡ് ആന്തർ വോൾ ആണ് എപ്പിഡെർമിസ്. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എപ്പിഡെർമിസ്? ഔട്ടർമോസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ ഫങ്ഷൻ പ്രൊട്ടക്ഷൻ. ആന്തറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പിഡെർമിസിൻ്റെ ഫങ്ഷൻ. ദെൻ സെക്കൻഡ് ലെയർ ഈസ് സംവാട്ട് ഇമ്പോർട്ടൻറ്റ്. നോട്ട് ചെയ്തോളാം, എൻഡോതീഷ്യം.
ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലെയറാണ് എൻഡോത്തീഷ്യം. എപ്പിഡെർമിസിന് തൊട്ട് ഉള്ളിലായിട്ട് ഇന്നർ ടു എപ്പിഡെർമിസ്, ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇന്നർ ടു എപ്പിഡെർമിസ്. സിംഗിൾ ലെയേർഡ്, അഗെയിൻ it is also single layered, but the cells are radially elongated. Radially elongated cells ആണ് with fibrous thickening. സൈറ്റോപ്ലാസത്തിൽ ഒരു സ്പെഷ്യൽ സെല്ലുലോസിക് തിക്കനിങ് കാണാം, ഫൈബ്രസ് തിക്കനിങ് കാണാം. അത് അതിൻ്റെ ഫങ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിക്കനിങ് ആണ്. Then what is the function? Help in anther dehiscence. ആന്തർ മെച്ചുവർ ആകുമ്പം അത് പൊട്ടും, ഡിഹൈസ് ചെയ്യും ടു റിലീസ് ദ പോളൻ ഗ്രെയിൻസ്. ആന്തർ ഡെഹിസൻസിന് ഹെൽപ്പ് ചെയ്യുന്ന വോൾ ലെയറാണ് എൻഡോത്തീഷ്യം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ തേർഡ് ലെയർ ഈസ് മിഡിൽ ലെയേഴ്സ്. പേര് പോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 to 3 ലെയേഴ്സ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇറ്റ് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് and protection to the anther. Okay, so now we already discussed the 3 layers. Outermost layer epidermis, endothelium help in anther dehiscence, and middle layers. And the innermost layer, most important layer is tapetum. Most important layer ആണ്. Okay, why? നോക്കൂ, ടപ്പീറ്റത്തിൻ്റെ സെൽസിന് പെക്യുലാരിറ്റി ഉണ്ട്. സെൽസ് ആർ ലാർജ് സെൽസാണ് വിത്ത് എ ഡെൻസ് സൈറ്റോപ്ലാസം. വളരെ ആക്റ്റീവായ സെല്ലാണ്. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയത്തിനെ കവർ ചെയ്ത് കാണുന്ന സെൽസാണ് ടപ്പീറ്റം. ആൻഡ് ദ സെൽസ് ആർ മൾട്ടി ന്യൂക്ലിയേറ്റ്. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണാൻ പറ്റും ഓരോ സെല്ലിനകത്തും. ദെൻ ഫങ്ഷൻസ് ഓഫ് ടപ്പീറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് ടപ്പീറ്റം നോട്ട് ചെയ്തോളാം. ടപ്പീറ്റത്തിൻ്റെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 ഫങ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ടു ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. മൈക്രോസ്പൊറാഞ്ചിയം ഓർ പോളൻ സാക്കിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസിന് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായൊരു ഫങ്ഷൻ. ആൻഡ് ദ സെക്കൻഡ് ഫങ്ഷൻ ഈസ് production of callase enzyme callase for dissociation of pollen tetrad to pollen grains. pollen tetrad അല്ലെങ്കിൽ 4 pollen grains കൂടിയിട്ട് ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് കാണും, pollen tetrad. later it dissociate into pollen grains എന്നാണ്. ആ ഡിസോസിയേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് കാലേസ്. അത് ഫോം ചെയ്യുന്നത് ടപ്പീറ്റത്തിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. Then it play a role in the formation of pollen wall. പോളൻ ഗ്രെയിൻസിൻ്റെ വോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ. എക്സൈൻ വോളിൻ്റെ ഫോർമേഷനെയും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് NCERTയിലെ പിക്ചറാണ്. ആന്തറിനിൽ ഒരു ഭാഗം മൈക്രോസ്പൊറാഞ്ചിയം മാത്രം, ഒരു ലോബ് മാത്രം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് എപ്പിഡെർമിസ് കാണാം, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ്, ടപ്പീറ്റം കാണാം. പിന്നെ അത് ഉള്ളിലായിട്ട് മൈക്രോസ്പോർ മദർ സെൽസ് ലാബിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ കിടക്കുന്ന 3ാമത്തെ പിക്ചർ ആന്തർ ഡിഹൈസ് ചെയ്തതാണ്. അതിന് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത് കാണാം. ഓക്കെ, ഈ ഒരു പിക്ചർ നിങ്ങൾ വരച്ച് ലാബിൽ ചെയ്ത് വെക്കണം. ഇത് അതിൻ്റെ ഒറിജിനൽ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. മറ്റത് വരച്ചതായിരുന്നു. ഇത് ഒറിജിനലി നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന വ്യൂസാണ്. സ്റ്റെയിനനുസരിച്ച് കളറിൽ ചേഞ്ച് വരുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് മൈക്രോസ്പോറോജെനിസിസ് ആണ്. മൈക്രോസ്പോർ എങ്ങനെ ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയും പഠിച്ചത് ആന്തറിൻ്റെ വോളും അതിൻ്റെ ലെയേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസൊക്കെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ we will discuss about microsporogenesis. Okay, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask me. Okay.